ഹലോ ഗെയ്സ്, ഇറ്റ്സ് മീ യോ കോളേജൻ ഗെയ്സ്. ഇന്നാണെങ്കിൽ ഞാൻ കളിക്കുന്നത് +1 മങ്കി എസ്കേപ്പ് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. ഈ ട്രെഡ്മില്ലിൽ എടുക്കാൻ പറ്റും. ഇത് 1.5x. ഇതെന്തോ റോബക്സ് അല്ലല്ല, ക്ലെയിം ചെയ്യണം. 30 മിനിറ്റ് നമ്മൾ കളിക്കണം. 3000-ൻ്റെ ഓരോ കീബോർഡ്. അതൊക്കെ ആരെങ്കിലും 3000 അല്ല 4000. ഓക്കെ, നമുക്കിവിടെ എന്തിനൊക്കെ 7 മില്യൺ. എനിക്കാകെ 1 ട്രോഫി ഉള്ളൂ ഗെയ്സ്. നമുക്ക് ഇവിടെയൊക്കെ ഇത്തിരി ഓടി നടന്ന് ഇത് ബീറ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ പറ്റും ഗെയ്സ്. കാരണം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളാവും. പക്ഷേ ഇപ്പോൾ ഞാൻ ഗെയിമിൽ പ്രോയാണ്. ഞാൻ ഇങ്ങോട്ട് പോകണ്ടേ? ഇതില്ലേ സ്റ്റേജ് ലെവൽ റെക്കമെൻഡ് 10 ആണ്. അപ്പോൾ പോകണ്ട. നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇത്തിരി സ്പീഡ് കൂടെ അതാകാം. ഗ്രൈൻഡിങ് ചെയ്യാം ഗെയ്സ്. ഗ്രൈൻഡിങ് ഗെറ്റ് 3 വിൻസ്. എനിക്ക് ഓൾറെഡി 2 ഉണ്ടല്ലോ. എനിക്ക് 1 പോരെ. എന്തിനാ 3 വിൻസ്? ദ ഹെക്ക് ഗെയിം. ന്യൂ വാക്ക് സ്പീഡ്. നമുക്ക് എന്തായാലും ഇതുകൂടെ ഇതാക്കാം. യു ക്യാൻ നൗ അൺലോക്ക് ഗ്രേറ്റ് ടെയിൽ. ഗ്രേറ്റ് ടെയിൽ അൺലോക്ക്. ഇപ്പം വീണന കേസ്. അത് ലക്കായിരുന്നു കേസ്. നമ്മളെ സ്പീഡും ഇപ്പം കൂടുന്നുണ്ട്. പിന്നെ ഇതിൽ വല്ല നോട്ടിഫിക്കേഷൻ വന്നാൽ നോക്കണ്ട, കാരണം ഇതൊരു മൊബൈൽ ഫോണാണ്. എക്യുപ്പ് ന്യൂ ട്രെയിൽ. കേസ്, ഭാഗ്യത്തിന് 5 ഉള്ളതുകൊണ്ട് എനിക്ക് പുതിയ ട്രെയിൽ കിട്ടും. പക്ഷെ ഞാൻ അത് എടുക്കുന്നില്ല. ചിലപ്പോൾ ഇനി വിൻസ് വെറുതെ വേസ്റ്റ് ആയാലോ. അതുകൊണ്ട് നമുക്ക് ഇത്തിരി കൂടെ ഗ്രൈൻഡിങ് ചെയ്യാം. 10 വിൻസാണ്ട് ആണെന്നാണ് എനിക്ക് 10-15 വിൻസാണ്ടാണ് അടുത്ത ട്രെയിലിന് ചാടാൻ പറ്റും. കേസ്, ഐ മെയ്ഡ് ഇറ്റ് ത്രൂ കേസ്. പയ്യെ ചാടുക. 5 വിൻസ് എവിടെ? എക്യുപ്പ് ന്യൂ ട്രെയിൽ. അത് കുഴപ്പമില്ല. ട്രെയിലല്ല, സോറി, ടെയിലാണ്. വാലാണ്. നമ്മളെ ബാക്കിൽ കണ്ടോ? ആ വാല് നമുക്ക് സ്പീഡ് കൂടെ തരും. ട്രെയിൽ വേറെ ഇടുന്നു. എനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ്. അല്ലെങ്കിൽ അതേ പറ്റുമോ? അയ്യോ, തറ വീണ് ചത്തുപോയി. റിവൈവ് അടിക്കണമെങ്കിൽ 8 റോബക്സ്. പക്ഷേ എൻ്റെ അതും ഇല്ല, അതുകൊണ്ട് വേണ്ട. എക്യുപ്പ് ന്യൂ ട്രെയിൽ. ഇങ്ങനെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന എക്യുപ്പ് ന്യൂ ട്രെയിൽ. ഭയങ്കര ശബ്ദം. ഈ വീഡിയോയ്ക്ക് അതിൽ ആ ശബ്ദം വരുന്നില്ലെങ്കിലും എനിക്ക് നല്ല ശബ്ദമുണ്ട് കേസ്. ഞാൻ അതിൽ സൗണ്ട് മ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ കോപ്പി റൈറ്റ് ഇഷ്യൂസ് അങ്ങനത്തെ ഓരോന്നൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിലെ സൗണ്ട് മ്യൂട്ട് ചെയ്യുന്നത്. പയ്യെ നമ്മൾ ബാക്കിലോട്ട് പോയിട്ട് പയ്യെ ചടുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് അറ്റത്ത് വന്നിട്ട് ചാടണം, അല്ലെങ്കിൽ ചിലപ്പോൾ തറ വീഴും. യു ക്യാൻ നൗ അൺലോക്ക് ദ ടൈഗർ ട്രീ. അത് കൊള്ളാം കേട്ടോ. കുരങ്ങനെ കടുവേര വാല് വെച്ചപ്പോൾ കൊള്ളാം. എനിക്ക് റീബർട്ട് ചെയ്യാം, പക്ഷേ എൻ്റെ അത് 13ആണ് ലെവല്. നമുക്ക് ഇവിടെ എത്തിയാലും നിന്ന് ലെവൽസ് കൂട്ടാം. എന്നിട്ട് റീബർത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇതുകൂടെ ബൂസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഈ പച്ച ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 30 മിനിറ്റ് നമ്മൾ ഈ ഗെയിമിൽ നിൽക്കണം കേസ്. നമുക്ക് റീബർത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ +6 പെർ ഇതാണ് സ്റ്റെപ്പാണ് കേസ്. നമുക്ക് പയ്യെ പോവാം കേസ്. ഓരോരുത്തന്മാർ അവിടെ വരെയൊക്കെ എത്തിയ എനിക്കത് ചാടാൻ പോലും പറ്റുന്നില്ല. നമുക്ക് അല്ലെങ്കിൽ അതൊക്കെ മൊത്തം പോയി ഒന്ന് നോക്കായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഇനിയും വേണമെന്നുള്ളവർ പറയുക, കമൻറ്റിലിട്ടാലും മതിയാവും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഏകദേശം 99% ആൾക്കാർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഞാൻ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഏകദേശം 30-40 മിനിറ്റ് വരെയൊക്കെയാണ് വെറുതെ ഇതാക്കി കളയുന്നത്. പക്ഷെ ആരും ഇതുവരെ ഒരു സബ്സ്ക്രൈബ് പോലും ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ എന്തിനാണ് വെറുതെ കാണുന്നത്? നിങ്ങൾ മാറ്റി വിടുമോ? അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബ് തന്നാൽ പോരെ. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യണ്ട. അതുകൊണ്ട് ഒന്ന് സ്മാഷ് ദാറ്റ് ഫ്രിക്കിംഗ് സബ്സ്ക്രൈബ് ബട്ടൺ ഗൈസ്. പിന്നെ ലൈക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? 20ആണ്, പക്ഷേ എനിക്ക് 17 ഉള്ളൂ. ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ലെവൽസ് എടുക്കാം. ചാടി പോവാം. ഇത് എളുപ്പമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ചത്തുപോയാൽ എളുപ്പമല്ല, അതും പാടാവും. എനിക്ക് തോന്നണം അത് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ എന്തായാലും റിസ്ക് എടുക്കുന്നില്ല. നമുക്ക് ആദ്യം ഗ്രൈൻഡിങ് ചെയ്യാം കേസ്. നമുക്ക് ഇത്തിരി വിൻസുകൾ എടുക്കാം. പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോഴായിരിക്കും ഞാൻ കൂടുതലും ഡൗൺ. അല്ലാത്ത സമയത്ത് ഞാൻ
പോണ പോക്കം കാണണം. നല്ല സ്പീഡിനൊക്കെയാണ്, ഒന്നും നോക്കാതെയാണ് പോണം. പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കേറ്റവും ഓളം അറിഞ്ഞുകൂടാത്തതാണ്. എനിക്കത് കിട്ടേ ഇവിടത്തെ അത്രമേ അൺലോക്ക് ആയിട്ടുള്ളൂ. കയറി വേഗം. ഓക്കെ എനിക്ക് കയറാൻ പറ്റും. ഓക്കെ 100 വിൻസ് വേണോ? പക്ഷേ 100 വിൻസ് വേണം ഗേസ്. നമുക്ക് എന്തായാലും അവിടെ ട്രെയിൻ ചെയ്യാം. പച്ച ട്രെഡ്മില് ഏകദേശം 30 മിനിറ്റ്സ് ഇത് കളിക്കണം. അപ്പോൾ നമുക്കെന്തായാലും ഇതിന് വീണ്ടും ഗ്രൈൻഡിങ് ചെയ്യാം ഗേസ്. ഞാൻ എന്തായാലും വിൻസ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഈ 5 വിൻസ് വെച്ചാണ് ഞാൻ മൊത്തം എടുത്തത്. എനിക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം പിടിച്ചിട്ടുണ്ട് ഈ വീഡിയോ മൊത്തം ചെയ്ത്. അതെൻ്റെ ഓക്കെ എൻ്റെ ടെയില് എക്യുപ്പായിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് എടുത്താണ് ഈ ഒറ്റ ഇത് 100 ആക്കിയത്. കാരണം 5 വെച്ചാണ് ഞാൻ പോയത്. ഇപ്പം എനിക്ക് മറ്റേ സ്റ്റേജ് കടക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ലെവൽ 20 ആണ്. അല്ല 20 അല്ല 27 ആണ്. മറ്റേതിൽ എത്രയായിരുന്നു റെക്കമെൻഡ്? 20യോ? സോറി, അങ്ങനെ എത്രയുണ്ട് എനിക്ക്. ഇത് എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. അഥവാ വീണ് ചത്തുപോണെങ്കിൽ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും ഇത് പയ്യെ ഇങ്ങനെ പോവാം കേസ്. ഓക്കെ, നമുക്ക് ഇവിടെ ചാടണം. ഇവിടെ ചാടുക, ഇങ്ങനെ വന്ന് ഓക്കെ ഇങ്ങനെ പോവുക, വീണ്ടും ചെല്ലുക. ഇവിടെ വന്ന് അറ്റത്ത് വന്ന് ചാടണം. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പായി വന്ന് വീഴാൻ സാധ്യതയുണ്ട്. ഇത് ചെയ്ത് നോക്കണോ? ഈ സാധനത്തിൽ കയറണം കേട്ടോ. ഓക്കെ എനിക്ക് ചെയ്യാം. അവൻ പോക്കാൻ നോക്കിയാണ്. അവൻ അങ്ങ് എത്തി അവൻ. എന്തേ സ്പീഡ് അവൻ്റെ. അറിയാതെ അവൻ അയ്യോ what the heck is happening ഇതൊക്കെ. റെഡ് ടെയിലിന് 1K വിൻസ്. പിന്നെ ഈ ഗെയിമിനൊരു പ്രത്യേകത ഉണ്ട്. +1 കീബോർഡ് എസ്കേപ്പ് പോലെ നമുക്ക് കുറേ നേരം ഗ്രൈൻഡിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു പേ ടു വിന്നർ എന്ന് വെച്ചാൽ ഒരു പൈസ കൊടുത്ത് ജയിക്കാൻ ഉദ്ദേശിക്കുന്ന എന്ന് വെച്ചാൽ അത് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതുവരെ നിങ്ങൾക്ക് ഈ അഡ്മിൻ അബ്യൂസൊക്കെ വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഓരോ 10 മിനിറ്റിലും ഈ കീബോർഡ് എസ്കേപ്പിലാണെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറിലൊക്കെ ഓരോ ഇത് സ്പോൺ ആവത്തുള്ളൂ. പക്ഷേ ഇതിലാണെങ്കിൽ ഏകദേശം 15-20 മിനിറ്റിനകം തന്നെ ഒരു 10x കീബോർഡല്ല ട്രെഡ്മില്ലാണ് സ്പോൺ ആവുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് ഇത്തിരി ബെറ്റർ. പക്ഷേ ഗെയിം പ്ലേ കീബോർഡ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നാൽ ആ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കീബോർഡിൻ്റെ സൗണ്ട് ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഗൈസ്. വാട്ട് ദ ഫ്രിക്ക്. ഞാൻ അവിടെ ജമ്പ് അമിക്കി നീക്കിയതാണ്. എനിക്ക് അതാണ് ഇത് ഇഷ്ടമില്ലാത്ത. ഞാൻ ഇപ്പോൾ അത്യാവശ്യം മിൻസൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും എനിക്കിപ്പോഴും ട്രെയിൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ റെയിൻബോ ടെയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മണ്ടയിലോട്ട് പോവാം. പക്ഷേ നടുക്കൊരു മഞ്ഞ സംഭവം എന്താണെന്തോ ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ടെയിലല്ല, ഇത് ഒരു സ്റ്റെപ്പ് ഒരു ബാക്ക് പാഡ് കണക്ക് തന്നെയാണ് ഈ സാധനം. എന്ന് വെച്ചാൽ മറ്റേതിലൊക്കെയാണെങ്കിൽ ബാക്ക് പാഡാണ്. നമുക്ക് വിൻസ് കിട്ടുമ്പോൾ നമുക്ക് ബാക്ക് പാഡ് കിട്ടും. പക്ഷേ ഇതിൽ ബാക്ക് പാഡിന് പകരം ടെയിലാണ്. അത്രയേ ഇതിൻ്റെ വ്യത്യാസം ഉള്ളൂ. പക്ഷേ എന്താ പറയാൻ, ഇത് ഇത്ര ഒരു ഫണ്ണിയാണ്. പിന്നെ ഇതിലെ എല്ലാ സാധനത്തിനും ഭയങ്കര വിലയാണ് കേസ്. നല്ല വിലയാണ് എല്ലാ സാധനത്തിനും. പിന്നെ നമുക്ക് ഈ മറ്റേ ഓറയാണോ എന്തോ പ്രൊനൗൺസിയേഷൻ കണക്കെ ആയിരിക്കും. ഞാൻ എന്തായാലും ഓറ എന്നാണ് പറയുന്നത്. ആ സാധനം വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഓരോ വിൻസിനായിരിക്കും അത് കൗണ്ട് ചെയ്യണം. ഞാൻ ആദ്യം ചിന്തിച്ച ഈ കീബോർഡിലേക്കാണെങ്കിൽ ഓറയും ട്രെയിലും മൾട്ടിപ്ലൈ അല്ലേ ചെയ്യണം. അത് രണ്ടും സ്പീഡിലോട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ ഇതിൽ രണ്ടിനും ഓരോരോ പ്രത്യേകതകളാണ്. വെച്ചാൽ ഇപ്പം നമ്മളെ ട്രെയിലുണ്ടെങ്കിൽ നമുക്ക് സ്പീഡായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ ഓറയാണെങ്കിൽ നമുക്കത് ഇതിലോട്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളുടെ ഇതിൽ വിൻസിലായിരിക്കും. ഇപ്പം 2x ഓറയാണെങ്കിൽ
അത് നമുക്ക് 100 200 തരും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിലെ ട്രെയിൽ. ഞാൻ ആദ്യം വിചാരിച്ച അങ്ങനെ ഇത് എനിക്ക് ചിലപ്പോൾ തെറ്റുമല്ലോ ഇരിക്കുമെന്ന്. ഇതെന്തോ ജോയിൻ റേസ് എന്താണെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു എനിക്കത് തെറ്റായിരിക്കുമെന്ന്, തെറ്റിപ്പോയിരിക്കുമെന്നാണ് വിചാരിച്ചത്. 2 പേരാ. ഓക്കെ, നോട്ട് ഇനഫ് പ്ലെയർ. ഓക്കെ, എന്തോ റേസ് ഉണ്ടാകുന്നത് എനിക്ക് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും കയറി ആരും ഇല്ലായിരുന്നു, അവിടെ തിരിച്ചു വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിലാണെങ്കിൽ അങ്ങനെ ഉണ്ട്. പക്ഷേ മറ്റേ കീബോർഡിൽ 2 സ്പീഡിലോട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ മൾട്ടിപ്ലയർ മറ്റേതാണെങ്കിലും നമ്മൾ ഈ റോബക്സ് കൊടുത്ത് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. ആ ബൂസ്റ്റ് ഇപ്പം 32-നെ 64 ആക്കണം. ആ സാധനം തന്നെ അതിന് 1 റോബക്കേ ഉള്ളൂ. 1 റോബക്കല്ലേ? അതെന്താ ഇപ്പം വില കൂട്ടിയോ? നേരത്തെ ഇന്നലെ ഞാൻ ഈ ഗെയിം കളിച്ചപ്പോൾ 1 റോബക്കായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് കളിച്ചപ്പോൾ 3 റോബക്ക. അതെന്തോ വല്ലതും ഗ്ലിച്ചാ ബഗ്ഗ എന്തരാണ് എന്തോ എന്നെ പറയരുത്. അത് ഞാൻ നോക്കിയത് തന്നെയാണ്. പക്ഷേ ഞാൻ ഇപ്പം കളിച്ചപ്പോൾ 1 റോബക്സേ ഉണ്ട്. അതായത് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഇപ്പം ഞാൻ ഇതിൽ നോക്കിയപ്പോൾ 3 റോബക്സ്. I don't know guys. ഓക്കെ, എനിവേയ്സ് ഗൈസ്, ഇതിൽ കൂടെ പൈസ കുറവാണെന്നാണ് എനിക്ക് തോന്നണം. ട്രെഡ്മില്ലിനൊക്കെ തന്നെ, അതും വലിയ ട്രെഡ്മില്ലിന് തന്നെ വില കുറവാണ് ഓരോന്നിനും. ഇപ്പം ഞാൻ പുതിയ ഒരു ട്രെയിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഏകദേശം ഒരു 20 മിനിറ്റോളം പിടിച്ചാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. കാരണം ഇങ്ങനെ ഓടി 20 മിനിറ്റല്ല, ഏകദേശം ഒരു 15 മിനിറ്റോളം എടുത്ത്. അത് കുഴപ്പമില്ല, അത് നമുക്ക് അത് പയ്യെ നോക്കാം. ഈ ഞാൻ ക്യാമറ ഓഫ് ചെയ്യണ സമയത്ത് എൻ്റെ സ്പീഡ് കാണണം, അല്ലാത്ത സമയത്ത് എനിക്ക് ഒട്ടും സ്പീഡില്ലാത്തതാണ് കാണും. ഓക്കെ, കുഴപ്പമില്ല. നോ ബേർഡ് വേർഡ്സ്. ഓക്കെ. അയ്യോ എനിക്ക് അങ്ങനെ നേരെ വൈ എൻ്റെ വിരൽ ഹേർട്ടാവും. ഇല്ല, എൻ്റെ വിരലല്ല, എൻ്റെ മനസ്സ് ഹേർട്ട് ചെയ്യുന്നു കേസ്. കാരണം ഞാൻ ഞാൻ ജമ്പ് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ ഞെക്കി അമുക്കിയാണ്. ഇത് എൻ്റെ മൊബൈലാണെങ്കിൽ ഇപ്പം ഞാൻ എറിഞ്ഞു കൊടുത്തേനെ. എൻ്റെ മൊബൈലാവാത്തത് എൻ്റെ അല്ലേ ആ മൊബൈലിൻ്റെ ഭാഗ്യം. ഓക്കെ, ഇതിൽ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഈ ഹൈഡ് ചെയ്യുമെന്തോ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ശല്യം. എനിക്ക് ചെറിയ സ്ക്രീനും കുറേ സാധനങ്ങളും എനിക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുന്നില്ല. ഹൈഡ് ചെയ്യാൻ പറ്റുമെന്നോ എനിക്കറിയാൻ വയ്യ. ചിലപ്പോൾ പറ്റുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാത്തത് എന്താണോ എന്തോ. ഇതിൽ പിന്നെ കീബോർഡിനാണെങ്കിൽ കീബോർഡ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അങ്ങ് ഒറ്റ അടി അങ്ങ് കത്തി കയറി അങ്ങ് പോകില്ല. പക്ഷേ ഇത് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് 5 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ സ്പീഡ് കൂടുന്നത് തന്നെ. എനിക്ക് അതൊരു ചെറിയ പ്രശ്നമായിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ ഈ വലിയ ബോളൊക്കെ ഉരുണ്ട് വരുന്ന സ്ഥലത്ത് ദാറ്റ്സ് സോ ഹാർഡ് ടു മേക്ക് ഇറ്റ്. അത് ഭയങ്കര പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഇനി എൻ്റെ മാത്രം അതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് കുഴപ്പമില്ല. ഐ കാൻ ഡു ഇറ്റ്. നമുക്കിതിപ്പോൾ എനിക്ക് തോന്നണം അത് ഇങ്ങനെ ചാടാൻ പറ്റുമെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. ഇതിലിപ്പോൾ കുറേ വാലുകളുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും ഇതിൻ്റെ വീഡിയോ ഒന്നും കൂടെ ഇടുന്നതായിരിക്കും. കാരണം ഈ ഗെയിം നല്ലൊരു ഫണ്ണിയാണ്. മറ്റേ കീബോർഡ് എസ്കേപ്പ് പോലെ തന്നെ നല്ല ഫണ്ണി ആയിട്ടുള്ള. ഇതെന്തോ വീണ്ടും ജോയിൻ ദ റേസ്. I don't want to join the race guys. ഇത് എന്തിനാണോ ഈ ഗെയിം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കണം. ജോയിൻ ദ റേസ് മറ്റേ തെണ്ടണാണ് നമുക്ക്. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഔട്ടായിട്ടുണ്ട്. ഇത് കിട്ടുമോ ഇനിയെങ്കിൽ? 25 മിനിറ്റ്, ഇനി ഒരു 5 മിനിറ്റ് ഉണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിലും ഇപ്പം ഞാൻ റീബോർട്ട് എന്തോ കളക്റ്റഡ് സങ്കൻ ഷാഡോ എന്തോ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾക്ക് ഇതിൻ്റെ മണ്ടയിലൊക്കെ വന്ന് നിൽക്കാൻ പറ്റുമോ? അത് നിങ്ങൾ കണ്ടെത്തിയോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഇത് ആദ്യമായിട്ടാണ് കണ്ടെത്തുന്നത്. ഓക്കെ, നമുക്ക്
ഇവിടെ ഇങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഓരോരുത്തന്മാരിങ്ങനെ തറയെ വീണ് ചത്തു പോണയൊക്കെ നമുക്കിങ്ങനെ കണ്ട് രസിച്ചിരിക്കുക. അയ്യോ ഞാനും ചത്തു. എനിവേസ് കേസ് നമുക്ക് പുതിയ ടെയിൽ വന്നാന്ന് നോക്കാം. ചടിക്കേറൂ യോക്കൊക്കുട്ട. പുതിയ ടെയിൽ കിട്ടിയില്ല. അപ്പം ഞാൻ 1K വിൻസാകാൻ. ഇത് ശല്യം തന്നെ. ഇത് ഹൈഡ് ചെയ്യാനുള്ള വല്ല വഴിയുണ്ടോ ഗേസ്? എനിക്ക് അറിഞ്ഞൂടാ. കണ്ട ഞാൻ നേരത്തെ വന്ന വഴി ഇങ്ങനെയാണ്. ആ മരത്തിൽ ആ ബാക്ക് പാഡല്ല ടെയിലിൻ്റെ ആ ഇതിലിങ്ങനെ നടന്ന് ചവിട്ടി ഇങ്ങനെ കയറണം. എന്നിട്ട് അത് മതിൽ വഴി കയറിയിട്ട് ഇങ്ങനെ വരണം. വന്നിട്ട് പയ്യെ ഈ റൗണ്ട് കണക്കത്തെ ഈ ടണലിൻ്റെ മണ്ടയിൽ ഇങ്ങനെ കയറിയിട്ട് നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാം. ഓക്കെ നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് അങ്ങോട്ട് ചാടാ. അയ്യോ തറ വീണു. കൂടെ സ്പീഡ് കൊണ്ട്. ഓക്കെ ഗേസ് ഞാൻ ക്ലെയിം ചെയ്തിരിക്കുകയാണ് ഗേസ് ഈ ട്രെഡ്മില്ല്. പക്ഷേ നിങ്ങളിപ്പോൾ വേൾഡ് 2 ഒക്കെ വേണമെങ്കിൽ ആ ട്രെഡ്മില്ലിനെ കൊണ്ട് ഒരു ഉപയോഗമില്ലെന്ന് പറയാൻ പറ്റും. ഞാൻ ഇപ്പോൾ 2 മിനിറ്റ് ഒന്ന് ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഗേസ്. പിന്നെ വേൾഡ് 2 ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൊണ്ട് ഒരു ഉപയോഗമില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് മറ്റേ ട്രെഡ്മില്ലിന് വേണ്ടി ടെയിലെന്നാണോ ഞാൻ പറഞ്ഞത്? ട്രെഡ്മില്ലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ എനിവേസ് ഓക്കെ. എനിക്കത് ചാടാൻ പറ്റുമോ? ഒറ്റ ചാട്ടത്തിൽ എനിക്ക് ചെയ്യാം. ഗ്ലിച്ചാണ്. ഓക്കെ ആരും ഒന്നും കണ്ടില്ല. ഓക്കെ ഗൈസ് നമുക്ക് വീണ്ടും ഗെയിം പ്ലേ തുടരാം ഗൈസ്. ഓക്കെ ഇത് പയ്യെ എനിക്ക് ചാടി നോക്കാൻ പറ്റും. ഓക്കെ ഗൈസ് അത് ഞാൻ ചെയ്തിരിക്കുകയാണ്. എനിക്കിത് ജമ്പ് ചെയ്യാൻ പറ്റുമോ എന്തോ. എന്തായാലും ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ചിലപ്പോൾ അഥവാ വീണ് പോകണമെങ്കിൽ വെറുതെ എൻ്റെ ടൈം വേസ്റ്റ് ആവും ഗൈസ്. അതുകൊണ്ട് നോക്കാം. ഓക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? 90 ലെവലാണ്. ഞാൻ 58ആണ്. ഓക്കെ ബിഗ് ജാൻ ബോൾ. ഓക്കെ ഇത് നമുക്ക് 500 വിൻസ് എടുക്കണോ അതോ സാക്രിഫൈസ് ചെയ്യണോ? എന്തായാലും ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറല്ല ഗെയ്സ്. അതുകൊണ്ട് നമുക്ക് 500 വിൻസ് എടുത്തിട്ട് പയ്യെ ചാടാം. വീണ്ടും ചാടാം. എനിക്കത് ചാടാൻ പറ്റും. ഓക്കെ ഞാൻ കണ്ട. ഓക്കെ ഇങ്ങനെ ജാമ്പ് എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റും. പക്ഷേ വേണ്ട. ഓക്കെ നമുക്ക് പയ്യെ സത്യം പറഞ്ഞാൽ റോബക്സ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ ഗെയിം എനിക്ക് എത്രയെങ്കിലും മിനിറ്റ് കൊണ്ട് ഇപ്പോൾ തീർക്കാൻ പറ്റിയേനെ. പക്ഷേ ഐ ആം നോട്ട് എ P2 വിന്നർ. സോ ഗൈസ് I want to spend some time to the game. I'm not spending my money. I'm just spending my time guys. ഞാൻ കുറേ ഈ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ സ്പെൻഡ് ചെയ്ത് കുറേ തീർക്കുന്നത്. എനിക്കത് കാണുമ്പോൾ എനിക്ക് ഒരുമാതിരിയാണ് തോന്നുന്നത്. വെറുതെ എന്തിനാണ് അത്? ഇപ്പോഴത്തെ ഓരോ റോബ്ലോക്സ് ഗെയിമാണെങ്കിൽ അവർ ബിസിനസ്സിനായിട്ടാണ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ സൈഡിലൊക്കെ മൊത്തം ഗെയിം പാസുകളാണ്. ഓക്കെ അതൊക്കെ വിട്. എനിക്കിപ്പോൾ റീബർത്ത് ചെയ്യാൻ കഴിയും. റീബർത്ത് ചെയ്താൽ എൻ്റെ എല്ലാം പോവും. സ്കിപ്പ് റീബർത്തിനെങ്കിലും റോബക്സ് ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ അതിനും ഇല്ല ഗേസ്. ഐ എം പൂർ. ഓക്കെ നമുക്ക് എന്തായാലും പയ്യെ ചാടാം. എനിക്ക് തോന്നാൻ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് പേടിയുണ്ട് നല്ല രീതിക്ക്. നമുക്ക് ഇതും ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നണം. അയ്യോ ഓക്കെ ഗേസ് നമുക്ക് പയ്യെ അങ്ങോട്ട് പോവാം. ചാടൂ. ഓക്കെ അവനോ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. But I am faster than the I spoke too early guys. Okay anyways നമുക്ക് പുതിയ ടെയില് ആയി അതുകൊണ്ട് അവിടെ കാണാൻ പറ്റും. ഓക്കെ പുതിയ 2,500 ഇതൊക്കെ ഉണ്ട്. ഇഞ്ഞാങ് മറ്റേ ഈ സ്റ്റീലെ ബ്രെയിൻ റോഡ് സാബിൽ ഒരു ഇതല്ലേ ഗേസ്, ഒരു മ്യൂട്ടേഷൻ അല്ലേ ഇഞ്ഞാങ്? അത് വല്ല ഒറിജിനൽ വല്ല സംഭവമാണ് എനിക്ക് അറിഞ്ഞൂടാ. ഇഞ്ഞാങ് ഓക്കെ അതിൻ്റെയൊക്കെ ട്രെയിലിലുണ്ട്. 4.5 ക്വിൻറ്റില്യണാണ്. 4.5 ക്വിൻറ്റില്യൺ. ഹൗ ഐ ഈവൻ ബൈ ദാറ്റ് തിങ് ഗൈസ്? എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെ വാങ്ങുമെന്ന്. കാരണം അത്രയും വലിയ മീൻസ് എനിക്ക് തോന്നണം വേൾഡ് 2 ചിലപ്പോൾ അത്രയും മീൻസൊക്കെ ഉള്ള സംഭവങ്ങൾ. ഇത് ഞാൻ 3 in a row.
ദാറ്റ്സ് ഫ്രിക്കിംഗ് 3 in a row. ഇതാര് KNG ഇവൻ 4 വട്ടം എന്നെ ജോയിൻ ചെയ്ത്. അവൻ ഞാൻ അവനെ 4 വട്ടം ജോയിൻ ചെയ്ത്. അപ്പോൾ ആരാ എന്തോ ഇവനൊക്കെ KNG. ഓക്കെ 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 KNG അതെന്തോ സംഘൻ ഷാടാ ഇതെന്തോണ്? ഞാൻ എവിടെ മിസ്ക്ലിക്കായിട്ട് ചാടിയാലും യു റെസീവ് അല്ല യു കളക്റ്റഡ് എ സംഘൻ ഷാഡ്. ഞാൻ എവിടെ അറിയാതെ ചാടിയാലും അത് സംഘൻ ഷാഡ് കണ്ടെത്തിയത്. ഇപ്പം തന്നെ ഞാൻ അവിടെ അറിയാതെ ചാടി സംഘൻ ഷാഡ്. ഗെയ്സ് ചിലപ്പോൾ ഗെയ്സ് ചിലപ്പോൾ ആരെങ്കിലും ഇനി അടുത്ത വീഡിയോസിൽ എൻ്റെ കൂടെ ആരെങ്കിലും, കാരണം ഓണമൊക്കെ ആവുന്നതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും കളിക്കാൻ ഉണ്ടാവുന്നത് ആയിരിക്കും. ചിലപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫ്രണ്ടായിരിക്കാം, ചിലപ്പോൾ വേറെ ന്യൂ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവും. എനിക്കറിയാൻ വയ്യ. എനിക്ക് തോന്നുന്ന ചിലപ്പോൾ ന്യൂ ആയിരിക്കാം, എനിക്ക് തോന്നുന്ന ചിലപ്പോൾ അഭി തന്നെയായിരിക്കും. എന്നാലും ഓക്കെ, നമുക്ക് ഈ 500 വിൻസ് എടുക്കാം. കാരണം എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ലെവലായിട്ടില്ല. നമുക്ക് വല്ലതും പുതിയ റീബർത്ത് ചെയ്യണോ? ചെയ്യാം. ഇതിൽ കയറി ഇന്നിട്ട് ചെയ്യാമായിരുന്നു, ചെയ്തേക്കാം. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചാടാൻ പറ്റില്ല സ്പീഡിനൊക്കെ. അതുകൊണ്ട് നമുക്ക് വിൻസ് കളക്ട് ചെയ്യാൻ നോക്കാം. നോ. ഓക്കെ, ഇപ്പം എനിക്കൊരു ആയിട്ടുള്ള ഒരു ടെയിൽ എന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ഗുഡ് ടെയിൽ എന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൽ നമ്മൾ ട്രെയിൽ വാങ്ങിച്ചാൽ നമ്മൾ ഈ ടെയിൽ പോകുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ എനിക്കൊരു ട്രെയിൽ വാങ്ങാം എന്നാണ് തോന്നുന്നത്. ആ ചുമന്ന റിബൺ കണക്കത്തെ സാധനങ്ങൾ ഞാൻ ട്രെയിലൊന്നും ഉദ്ദേശിക്കണം, ടെയിൽ. ഓക്കെ, എനിക്കത് അപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചാൽ ആ ചുവപ്പ് സാധനം ലാവയായിരിക്കുമെന്നാണ്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ആ ബിഗ് ജയൻറ്റിക് പോട്ട് എന്നിട്ട് നമുക്ക് പോവാം ഗൈസ്. ഓക്കെ പയ്യെ ചാടുക. കാരണം അതുവരെ ആ ബോളിൽ പോവുള്ളൂ, അല്ലാതെ അതിന് മുകളിലോട്ട് പോകൂല. അതും ഇത് മറ്റേ കീബോർഡിലാണെങ്കിൽ അറ്റത്തൂടെ എനിക്കിപ്പോൾ പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ അറ്റത്ത് നിന്ന് അത് അരച്ചെടുത്തോണ്ടെങ്കിൽ പോകും. അതുകൊണ്ട് അറ്റത്തൊന്നും പോയി നിൽക്കാൻ നോക്കരുത് ഗൈസ്. ഓക്കെ, നമുക്കിത് എത്ര നേരം എനിക്കിത് കളിച്ച് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ വേറെ ഒരു പാർട്ട് 2 കണക്ക് ഒന്നും കൂടെ ഇടുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നല്ല ലോങ് ആയിട്ടുണ്ട്, ഓവർ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഗൈസ്. ഇത് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നണേ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നാണ്. കാരണം റെക്കമെൻഡഡ് 70 ആണ്. എനിക്ക് ഇതുണ്ട് 70 തന്നെ ഉണ്ട്. നമുക്കെന്തായാലും ചെയ്ത് നോക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ അതൊരു മെഗലഡോൺ ആണെന്നാണ് തോന്നുന്നത്. അതതിന് ഗ്രേറ്റ് വൈറ്റ് ഷാർക്കോ ഏതാണോ എന്തോ, എന്തായാലും നല്ല സൈസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ചത്തുപോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇത്തുകൂടെ ഗ്രൈൻഡിങ് ചെയ്തിട്ടുണ്ട്. ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ 40 സെക്കൻഡോ ഗ്രൈൻഡിങ് ചെയ്ത് എനിക്കിപ്പോൾ ഇത്ര ആയിട്ടുണ്ട് സ്പീഡ്. റീബർത്ത് എനിക്ക് വീണ്ടും ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെയൊന്നും പോവാൻ ഉള്ള സ്പീഡ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ റീബർത്ത് ചെയ്യാത്ത. പയ്യെ നമുക്ക് ചാടാം, പയ്യ. ഓക്കെ ഗൈസ്, സ്ലോലി നോട്ട് ടു ക്വിക്ക്ലി ഗൈസ്. എല്ലാം പയ്യെ ആയിരിക്കണം. പയ്യെ തിന്നാൽ പനയും തിന്നാം. അതുകൊണ്ട് പയ്യെ പോണം. എന്തായിരുന്നു നമുക്ക് പുതിയ ഇവൻ്റെ ട്രെയിലൊക്കെ ബ്ലൂ ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ട്രെയിൽ. എനിക്കിഷ്ടം റെഡാണ്, ബട്ട് ബ്ലൂ ലുക്സ് ടു ഗുഡ്. ഓക്കെ, നമ്മൾ വീണ്ടും വിൻസ് കൊടുത്ത് ഞാൻ ഇതുവരെ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നണേ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ആ റെക്കമെൻഡഡ് ചെയ്തേക്കണേൻ്റെ 2 ലെവൽ എനിക്ക് കൂടുതലാണ്. പിന്നെ ആ മെയ്സിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. പക്ഷേ അതിൽ ബോസ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മെയ്സ് ഉണ്ട് ഇതിൽ, എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വീഡിയോയിൽ എനിക്ക് മെയ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഐ എം ടു സ്കേർഡ്. കാരണം ഷാർക്ക് നമ്മളെ പിന്നിൽ തന്നെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഈ 3K വിൻസ് എടുക്കാം. കാരണം അങ്ങോട്ട് വീണ്ടും ഒന്നര കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം പോയി
ടെയിൽ വല്ലതും ഉണ്ടാകുന്ന നോക്കട്ടെ. ടെയിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ലേ, ടെയിൽ 15. ഓ ഗേസ്, അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. ടെയിൽ നമുക്ക് എന്തേരം ഓറയാണ് കാണിക്കുന്നത്. നോക്കാം. ഓറയിൽ വല്ലതും ആംബർ ഓറയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ ഒരു വ്യത്യാസമൊന്നും വരില്ല, കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വിൻസ് ആയിട്ടാണ് ഗേസ്. എനിക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച മറ്റതുപോലെ ആയിരിക്കും എന്നാണ്. പക്ഷെ മറ്റതുപോലെ അല്ല ഈ ഗെയിം. അതാണ് ഞാൻ വീണ്ടും എക്യൂപ്പ് ചെയ്ത് അൺഎക്യൂപ്പ് ചെയ്തൊക്കെ ഇങ്ങനെ ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് മറ്റതുപോലെ ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ഒരുപോലെ തന്നെ ഒരുപോലെയല്ല, ഇത് രണ്ടും രണ്ട് രീതിയാണ്. മറ്റത് വിൻസിനും മറ്റത് സ്പീഡിനുമായിട്ടാണ്. എന്തായാലും നമുക്കിപ്പോൾ 39 ലെവലായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത്തിരി ഇവിടെയൊക്കെ കിടന്ന് ഓടിച്ചാടി വളഞ്ഞ് തിരിഞ്ഞ് കുത്തി ഒക്കെ കറങ്ങി ഇവിടെയൊക്കെ നോക്കാം. പിന്നെ ഇവിടെ എന്തോ ഒരു വള്ളി ഉണ്ടെന്നാണ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടത്. ഓക്കെ ഗൈസ്, ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ അത് കാണാനില്ല. എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണെന്ന്. എന്തായാലും ഒരു മിനിറ്റ് ട്രെയിൻ ചെയ്യാം ഗൈസ്. ഇപ്പോൾ എനിക്ക് 10 ലെവൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 54 ആണ്. പക്ഷേ സ്പീഡ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അത് ചെയ്യുന്ന ആളുടെ സ്കില്ലല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് കളിക്കാം. ഓക്കെ, വീണ്ടും തറയിൽ പോയിട്ടുണ്ട്. ഇത് അഥവാ വീണ്ടും ഞാൻ ഡെഡ് ആവുകയാണെങ്കിൽ ഞാൻ പിന്നീട് ലെവലൊക്കെ കൂട്ടി റീബർത്തൊക്കെ ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇതിൻ്റെ ഒരു വീഡിയോ ഇടുന്നിരിക്കും. ചാം ഷോപ്പ് റീസ്റ്റോക്ഡ് ഓക്കെ, നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഇനിയും എന്താവണമെങ്കിൽ ഞാൻ ഈ ഗെയിം ഇത് കളിക്കൂല കേസ്. ഇനി നോക്കാം. ഓക്കെ, ഐ ആം ഡൺ വിത്ത് ദിസ് ഫ്രിക്കിംഗ് ഗെയിം. എന്നാലും ഒന്നും കൂടെ നോക്കാം. നമ്മൾ ഒരു കാര്യം അപ്പോഴേ അങ്ങ് അവോയ്ഡ് ചെയ്തുകൂടല്ലോ. ഇതിങ്ങനെ നേരെ ചാടി നോക്കട്ടെ. ഓക്കെ, ഇപ്പം എനിക്ക് നേരെ ചാടാൻ പറ്റും കേസ്. ഇങ്ങനെ എനിക്ക് അത് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഞാൻ അത് നോക്കുന്നില്ല. എന്തായാലും അവിടത്തെയും കൂടെ വിൻസ് എടുത്തിട്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യും ഗേസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ, ഏത് ഗെയിം കളിക്കണോ എന്നൊക്കെ. അപ്പോൾ ബൈ ഗൈസ്.